ദിവസം ഈ രാത്രിയിലേക്ക് എത്തുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നമുക്ക് ആദ്യമായി ഇതിൻ്റെ ഒരു നില, ഈ പോയിന്റ് നില എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കിപ്പോൾ ഏറ്റവും ഒടുവിൽ വിവരം കിട്ടുമ്പോൾ കണ്ണൂർ ജില്ലയാണ് ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത് എന്നുള്ളതാണ്. കണ്ണൂരും കോഴിക്കോടും തമ്മിൽ ഇഞ്ചോടിഞ്ചുള്ള ഒരു മത്സരം എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ കണ്ണൂർ 719 പോയിന്റുമായി സ്വർണ്ണക്കപ്പിനായുള്ള പോരാട്ടത്തിൽ മുന്നിട്ട് നിൽക്കുന്നു. കോഴിക്കോട് 703 പോയിന്റുമായി കോഴിക്കോട് ജില്ല തൊട്ടു പിന്നാലെ തന്നെയുണ്ട്. തൃശ്ശൂർ കഴിഞ്ഞ തവണ കോഴിക്കോടിൽ നിന്നും കണ്ണൂരിൻ്റെയും പിന്നിലാക്കി, ഇരു ജില്ലയും പിന്നിലാക്കി കൈപ്പിടിയിൽ ഒതുക്കിയ ആ സ്വർണ്ണക്കപ്പ് ഇത്തവണ കോഴിക്കോട് സ്വന്തമാക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് കോഴിക്കോടിൻ്റെ പ്രയാണം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ആതിഥേയരായിട്ടുള്ള തൃശ്ശൂർ ജില്ല 701 പോയിന്റുകൾ നേടി 3-ാം സ്ഥാനത്തുമുണ്ട്. ഒരു സ്ഥാനം നിർണ്ണയിക്കാനുള്ള സാഹചര്യമല്ല. ഒരുപക്ഷെ നാളത്തെ ഒരു പകലും രാത്രിയും അതിന് ഏറ്റവും അവസാന ദിവസത്തെ കുറച്ച് മണിക്കൂറുകൾ കൂടി അതിന് ബാക്കിയുണ്ടെങ്കിൽ പോലും പോരാട്ടം ഇപ്പോഴും കടുത്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പറയാൻ കഴിയുന്നത്. കലോത്സവ നഗരി അങ്ങനെ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു ആസ്വാദകരെ കൊണ്ട്. പൂരത്തെ എത്രത്തോളം മനോഹരമായാണ് തൃശ്ശൂർക്കാർ, മലയാളികളെല്ലാം തന്നെ വരവേൽക്കാറുള്ളത്, അതുപോലെ തന്നെ ഈ കലോത്സവത്തെയും ഈ കുട്ടിപ്പൂരത്തെയും അതിഗംഭീരമായി വരവേറ്റിരിക്കുന്നു തൃശ്ശൂർക്കാർ. നമ്മളിപ്പോൾ കാണുന്നത് ഇലഞ്ഞിക്കല മേളമാണ്. നമ്മുടെ കലോത്സവ വാർത്തകൾ ഇലഞ്ഞിക്കല മേളം എന്നുള്ള ടൈറ്റിലോടെ കഴിഞ്ഞ 3 ദിവസമായി മുന്നോട്ട് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവിധ കലാരൂപങ്ങളെല്ലാം തന്നെ അതിലേക്ക്, അവരുടെ പ്രകടനങ്ങളെല്ലാം തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കും. നമുക്കൊരു ഇതുമായി ബന്ധപ്പെട്ട, കലോത്സവവുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോകാം എന്നുള്ളതാണ്. കലോത്സവ നഗരിയിൽ ചിത്രങ്ങൾ വരച്ച് വ്യത്യസ്തയാവുകയാണ് പോലീസ് ഉദ്യോഗസ്ഥയായിട്ടുള്ള സബൂറ. കലയാണ് ലഹരി എന്ന പോലീസിന്റെ സന്ദേശം ഉയർത്തിക്കൊണ്ടാണ് പോലീസ് ഉദ്യോഗസ്ഥയായിട്ടുള്ള സബൂറ ചിത്രങ്ങൾ വരയ്ക്കുന്നത്. കലയാണ് ലഹരിയെന്നും രാസലഹരിക്കെതിരെ പോരാടാൻ കൗമാര കേരളം കൈകോർക്കണമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ രാജേന്ദ്ര ദേശ്മുഖ് പറഞ്ഞു. നമുക്കറിയാം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് ലഹരി. ആ ലഹരി വിമുക്തി നേടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എളിയ പരിശ്രമമാണ്, ചെറുതല്ലാത്തൊരു പരിശ്രമം കൂടിയാണിത്. ആ വാർത്തയിലേക്ക് പോകാം. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം ഇങ്ങനെ വടക്കുന്നാഥൻ്റെ മണ്ണിൽ കൊട്ടിക്കയറുകയാണ്. ആ ഒരു സമയത്താണ് ലഹരിക്കെതിരെ പോരാട്ടവുമായിട്ട് തൃശ്ശൂർ സിറ്റി പോലീസിൻ്റെ രംഗത്ത് വന്നിരിക്കുന്നത്. അവരുടെ ആപ്തവാക്യം തന്നെ കലയാണ് ലഹരി എന്നുള്ളതാണ്. ഇന്ന് നമ്മളൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു കലാകാരിയെ കൂടി കണ്ടുകിട്ടി. കാക്കിക്കുള്ളിലെ കലാകാരി. ഈ സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ വൈറലാണ്. നിരവധി ചിത്രങ്ങൾ നിമിഷ നേരം കൊണ്ട് ഞൊടിയിടയിൽ ചിത്രങ്ങൾ വരയ്ക്കുന്ന ഒരു കലാകാരിയാണ്. കഴിഞ്ഞ ദിവസം ജില്ലാ പോലീസ് മേധാവിയുടെയും ഒപ്പം തന്നെ ജില്ലാ കളക്ടറുടെ ഒക്കെ ചിത്രങ്ങൾ വരച്ച് സമൂഹ മാധ്യമങ്ങളിലൊക്കെ വളരെ വൈറലായിട്ടുള്ള ഒരു താരവും നമ്മളോടൊപ്പം ഉണ്ട്. അതിനൊപ്പം തന്നെ ജില്ലാ പോലീസ് മേധാവി കൂടി ചേരുകയാണ്, നകുൽ രാജേന്ദ്ര ദേശ്മുഖ് നമ്മളോടൊപ്പം ചേരുകയാണ്. ഈ ലഹരിക്കെതിരെ, ലഹരിയാണ് കല, ഈ കായികമേള നടക്കുമ്പോൾ അല്ലെങ്കിൽ കല നടക്കുമ്പോൾ നമ്മൾ ആ ഒരു സന്ദേശമാണ് നൽകുന്നത്. എന്താണ് അതിലൂടെ, ഈ ഒരു ചിത്രങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയം? നമ്മൾ വിചാരിക്കുന്ന ഒരു ഹൈസ്കൂളും അതിനുശേഷമാണ് കുട്ടികൾ കോളേജ് സമയത്ത് പോകുന്നത്. ആ സമയത്ത് എന്തെങ്കിലും തെറ്റായ വഴി പോകുന്ന ഒരു സാധ്യത കൂടുതൽ ആ സമയമാണ്. ഇപ്പോൾ നമുക്ക് ഈ സ്കൂൾ കലോത്സവം എല്ലാ കുട്ടികളും അവരുടെ ഒരു റിക്വസ്റ്റും പിന്നെ ഒരു സന്ദേശമാണ്, കല ആണ് യഥാർത്ഥ ലഹരി. ഈ കലയുടെ പുറത്ത് പോയി കല ആൾക്കാരൊക്കെ അംഗീകരിച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ അവർക്ക് ജീവിതത്തിൽ നല്ല ആസ്വാദം കിട്ടും, പിന്നെ ഈ സൊസൈറ്റിയിൽ നല്ല റെസ്പെക്റ്റും എല്ലാ കാര്യങ്ങളും കിട്ടും. സോ ഇപ്പോൾ നമ്മൾ നോക്കുന്ന മെയിൻ അത് തന്നെയാണ്, കല ആണ് ലഹരി, ലഹരി അല്ലാതെ കല. ചിത്രങ്ങളിലൂടെ നൽകുന്ന ഒരു സന്ദേശം എന്താണ്? ചിത്രം വരയ്ക്കുന്ന സബൂറ വളരെ വൈറലായിരിക്കുകയാണ്, നമ്മുടെ കീഴിൽ വരുന്ന ഒരു ഉദ്യോഗസ്ഥയാണ്. അതെ, നമ്മൾ ചിത്രങ്ങൾ ഈ കുട്ടികളായതുകൊണ്ട് ഇവർക്ക് നമുക്ക് അട്രാക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ പോലീസിൻ്റെ ഒരു സന്ദേശം കൊടുക്കാൻ വേണ്ടി ഒരു പുതിയ ട്രിക്കോ അങ്ങനത്തെ ഒരു സാധനങ്ങൾ വേണ്ടായിരുന്നു. സാധനം വെച്ചിട്ട് നമ്മുടെ കൂടെ തന്നെ ഒരു കലാകാരമുണ്ട്. അതായതുകൊണ്ട് ഇവർ വിളിച്ചിട്ട് കുട്ടികളോട് സംസാരിച്ചിട്ട് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ചിത്രകല വെച്ചിട്ട് ഒരു പരിപാടി തുടങ്ങുന്നത്. തീർച്ചയായിട്ടും അതെ, ചിത്രങ്ങളിലൂടെ വലിയൊരു സന്ദേശമാണ് പോലീസ് നൽകുന്നത്. അതുപോലെ തന്നെ ഞൊടിയിടയിൽ ചിത്രങ്ങളൊക്കെ വരച്ച് താരമായിരിക്കുന്ന ഒരാളൊപ്പം നമ്മളൊപ്പം ചേരുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥയായിട്ടുള്ള സബീറയാണ് നമ്മളോടൊപ്പം ചേരുന്നത്. എന്താണ് ഈ ഒരു ചിത്രങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയം? ഇതിനോടകം തന്നെ ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ വലിയ വൈറലായിട്ടുണ്ട്. അതെ, കലയാണ് ലഹരി എന്ന തൃശ്ശൂർ സിറ്റി പോലീസിൻ്റെ ടീമിന് നമ്മളൊരു ക്യാമ്പയിനാണ് കൊടുക്കുന്നത്. അത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കലോത്സവം നടക്കുമ്പോൾ ഇതൊരു ആപ്റ്റായിട്ടുള്ളൊരു കാര്യമാണെന്ന് സാറ് പറഞ്ഞു. അങ്ങനെ സാറിൻ്റെ തീരുമാനത്തിലാണ് ഈ ക്യാമ്പയിൻ നടക്കുന്നത്. അപ്പോൾ
ഞാൻ ലൈവായിട്ട് കാരിക്കേച്ചർ വരച്ച് അവരെ സന്തോഷിപ്പിക്കുന്നതിനോടൊപ്പം നമ്മളതിൽ കൂടി ഒരു മെസ്സേജ് കൂടി പാസ് ചെയ്യുകയാണ്. പിന്നെ അവർക്ക് ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്ന ആ പിക്ചർ വരയ്ക്കുന്ന പേപ്പർ എക്കാലവും സൂക്ഷിച്ച് വെക്കാം. സിറ്റി പോലീസിൻ്റെ എംബ്ലവും അതുപോലെ തന്നെ ഇവരുടെ കലോത്സവത്തിൻ്റെ ആശംസയും സേ നോ ടു ഡ്രഗ്സിൻ്റെ എംബ്ലവും ഒക്കെ അടങ്ങിയതാണത്. അപ്പം നല്ല രീതിയിൽ ഇത് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിള്ളേർക്കൊക്കെ ഒത്തിരി സന്തോഷം. ഒരുപാട് പേര് വന്ന് ഒരുപാട് പേരെ വരയ്ക്കാൻ പറ്റുന്നുണ്ട്. ഒരുപാട് പേരുടെ ചിരിയും ചിന്തയും ഒക്കെ ഇതിലൂടെ കടന്നു പോവുകയാണ്. പിന്നെ കുട്ടികളും വന്ന് വരച്ച് അവരുടെ ഇതും ഇവിടെ നമ്മൾ വെക്കുന്നുണ്ട്. കുട്ടികൾക്ക് അതായത് നിങ്ങൾക്കും വരയ്ക്കാം, നമ്മൾ മാത്രമല്ല നമ്മൾ വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ അവരിലുള്ള കലാവാസനയും പ്രോത്സാഹിപ്പിക്കുക എന്ന മെസ്സേജ് കൂടിയാണ്. ഡ്രഗ്സിന് എതിരെ ഒരു അവയർനെസ് ക്യാമ്പയിനാണ്. കലയാണ് ലഹരി, അതാണ്. തീർച്ചയായിട്ടും കുട്ടികളുടെയൊക്കെ ഒരു ഇഷ്ട കേന്ദ്രമായിട്ട് മാറുന്നുണ്ട് അവിടെ അല്ലേ? തീർച്ചയായിട്ടും കുട്ടികളൊക്കെ കുട്ടികൾ മാത്രമല്ല, പാരൻസ് വലിയ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും എന്നാൽ കഴിയുന്ന രീതിയിൽ അവരുടെ ഫേസ് കണ്ടിട്ട് എനിക്ക് എന്താണോ അന്നേരം തോന്നുന്നത് ആ രൂപത്തിലേക്ക് അത് മാറ്റി കൊടുത്ത് ഒരു കാരിക്കേച്ചറായിട്ട് വരച്ച് കൊടുക്കുന്നത്. തീർച്ചയായിട്ടും കലയാണ് ലഹരി എന്നാണ് സിറ്റി പോലീസ് മുന്നോട്ട് വയ്ക്കുന്ന ആശയം. ആ ഒരു ആശയത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നിരവധി കുട്ടികളാണ് ഇതിനോടകം തന്നെ ഈ മരച്ചുവട്ടിൽ വന്ന് ചിത്രങ്ങൾ വരയ്ക്കാനും അതിനൊപ്പം നിന്ന് പോലീസിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കാനും ഈ രാസലഹരിക്കെതിരെ പോരാടാനായിട്ടൊക്കെ വന്നിട്ടുള്ളത്. എന്തായാലും അത് കലോത്സവത്തിനൊപ്പം തന്നെ അത് മുന്നേറുകയാണ്. ക്യാമറമാൻ സന്തോഷ് തിരുമലയ്ക്കൊപ്പം സാനു കെ സജീവ്, ജനം, തൃശ്ശൂർ. അപ്പോൾ കലോത്സവ നഗരിയിൽ ഇത്തരം നിരവധി കാഴ്ചകളുണ്ട്. വേദികളിൽ മാത്രമല്ല, വേദിക്ക് പുറത്തും ഇതേപോലെയുള്ള നിരവധി കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും. ഒരു പോലീസ് ഉദ്യോഗസ്ഥ ചിത്രം വരച്ച ലഹരിക്കെതിരെ നടത്തുന്ന പോരാട്ടത്തിന്റെ കഥയാണ് നമ്മൾ കണ്ടത്. ഇനി നമ്മൾ കാണേണ്ടത് നിരവധി കലാകാരന്മാർ ഈ കലോത്സവ വേദിയിൽ വന്നു പോകുന്നുണ്ട്. അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരും നിരവധി പേരെ പരിശീലിപ്പിച്ചവരും അധ്യാപകരും ഗുരുനാഥന്മാരും ഒക്കെ ആയിട്ടുള്ള നിരവധി പേർ വന്നു പോകുന്നുണ്ട്. അത്തരത്തിലൊരു പ്രമുഖ കലാകാരൻ ഇന്ന് ജനൻ TV നമ്മുടെ ഈ സ്റ്റാളിലെത്തി. അത് ആ കലാകാരനുമായി, അതായത് കലോത്സവ വേദിയിൽ എത്തിയ സുനിൽ സുഗത, അദ്ദേഹം